ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ചെയ്യുന്നത് ഒരു ഈവനിങ് ബ്ലോഗ് ആണ് കേട്ടോ. ഈവനിങ് ബ്ലോഗിൽ ആണ് ഞാൻ ഇന്ന് ഈവനിങ്ങിലാണ് എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പയറ് തോരൻ വെക്കാൻ പയറ്, വെണ്ടയ്ക്ക അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ്. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കറികൾ വെക്കാനായിട്ട് ഈസി ആണല്ലോ. അപ്പൊ ഞാൻ അതൊന്നും അരിയുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോ. അപ്പൊ ഇതാ ചോറ് തിളച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് കേട്ടോ ചോറ് വെച്ചത്. അപ്പൊ ഈവനിങ്ങില് ഉച്ചയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറായിട്ട് കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സാലഡാണ് ഞാൻ കഴിച്ചത്. അപ്പൊ വൈകിട്ട് ഇച്ചിരി ചോറ് കഴിക്കാന്നും പറഞ്ഞ് ചോറ് വെച്ചിട്ട് ഈ ഒരു തെർമൽ കുക്കറിൽ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഇനി തോരനൊക്കെ വെക്കാനായിട്ട് പോവാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ കറികൾ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് ബാക്കി ഇന്ന് ഇതും കഴിഞ്ഞിട്ട് ബാക്കി നാളെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഒത്തിരി വലിയ വീഡിയോസ് ആകുമ്പോഴത്തേലും അതൊരു ബോറിംഗ് അല്ലേ. അത് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിപ്പോ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സാലഡിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിങ്ങനെ വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മുടെ തോരൻ വെക്കാനായിട്ട് ഞാൻ എണ്ണയൊക്കെ ചൂടാക്കി അതിൽ കടുകിട്ട് പൊട്ടിക്കുവാണ്. ഇപ്പുറത്ത് വേറെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെക്കാനാണ് കേട്ടോ. അപ്പൊ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് പെട്ടെന്ന് കുക്കിംഗ് തീർക്കാനായിട്ട് നോക്കും. പിന്നെ കൂടുതലും ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിൽ തന്നെ കഴുകി ചെയ്യാനാണ് നോക്കാറ്. പക്ഷെ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോഴത്തേല് ഈ സ്റ്റീലിലൊക്കെ ആകുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാലായിട്ട് അത് കുറച്ച് പാടാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള സെറാമിക് പാൻ എടുത്തത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തോരനുള്ളത് അത് കടുക് പൊട്ടിച്ചതിന് ശേഷം ഈ സവാള, പച്ചമുളക്, കറിവേപ്പില, ഈ പയറ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുവാണ് കേട്ടോ. ഇതൊന്ന് ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൽ മുളക് പൊടിയും ഒന്നും ഞാൻ ചേർക്കത്തില്ല. ഞാൻ പൊതുവേ ഇങ്ങനെയുള്ള തോരൻ വെക്കുമ്പോഴത്തേലൊന്നും അതിൽ മുളക് പൊടി ചേർക്കാറില്ല കേട്ടോ. ചീര, പിന്നെ ബീട്രൂട്ട് ഇതിലൊക്കെയാണ് ഞാൻ മുളക് പൊടി ചേർക്കുന്നത്. അതായത് റെഡ് കളറിലെ സാധനങ്ങളിൽ മാത്രമേ മുളക് പൊടി ചേർക്കാറുള്ളൂ. ഈ ഗ്രീൻ കളറിലെ സാധനങ്ങളിലൊന്നും ഞാൻ മുളക് പൊടി ചേർക്കാറില്ല. പച്ചമുളക് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ബീട്രൂട്ടോ ചീരയോ എങ്ങാനും ഞാൻ വെക്കുവാണെങ്കിൽ അതിൽ ഞാൻ പച്ചമുളകും ചേർക്കത്തില്ല കേട്ടോ. കുറെ പേര് അങ്ങനെയൊക്കെ ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും വെണ്ടയ്ക്കൊക്കെ ആവശ്യമുള്ള സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പൊ അതിലാണ് ഒത്തിരി ഇങ്ങനെ ആ ഒരു ലിക്വിഡ് ഉണ്ട്. മീൻസ് നമുക്ക് സാധാരണ വെണ്ടയ്ക്ക വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ലേ, ആ ഒരു ഇത് തന്നെ ഈ നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോഴത്തേലും ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു ഇത് ഈ നാടൻ വെണ്ടയ്ക്കയിലാകുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്. പക്ഷെ ഗുണം കൂടുതൽ ഈ നാടൻ വെണ്ടയ്ക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഈ നാടൻ വെണ്ടയ്ക്കാണ്. മറ്റേ വെണ്ടയ്ക്കേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ നാടൻ വെണ്ടയ്ക്ക കിട്ടാറുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് വെക്കുമ്പോഴത്തേലും ഞാൻ എപ്പോഴും വെണ്ടയ്ക്ക ചെയ്യുമ്പോഴത്തേല് ഞാൻ ആദ്യം സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് അതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഫ്രൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് അത് കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. പിന്നെ അതിൽ ചില സമയത്ത് ഞാൻ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർക്കാറുണ്ട്. ഇതിൽ ഞാൻ ക്രഷ്ഡ് ചില്ലിയൊന്നും അങ്ങനെ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനും ഇപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ഏകദേശം അത് പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അറ്റ് എ ടൈം ഇങ്ങനെ നമ്മള് 2-3 ഇതിപ്പോ നമ്മുടെ സ്റ്റൗവില് 2-3 ഇതുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് തീരും കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ എല്ലാവരോടും എന്തായത്
തുടക്കക്കാരോടെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും എല്ലാം ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്ത് അടുത്ത് വെച്ചിട്ടതിന് ശേഷം നമ്മൾ കുക്കിംഗ് ആരംഭിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അടുത്തത് അരിയാൻ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റൗവിൽ കിടക്കുന്ന സാധനം കരിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറേ ഈസി ആയിരിക്കും. അപ്പൊ ഇതിപ്പം ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം ഞാൻ അതിൽ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് അത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേല് തോരൻ റെഡിയാവും. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ വെണ്ടയ്ക്കൊക്കെയുള്ള ആ ഒരു എന്താ പറയുന്ന സവാളയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വെണ്ടയ്ക്കയും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് ഇതിനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ്, മൂടി വെച്ച് ഞാൻ വേവിക്കാറില്ല കേട്ടോ. വെണ്ടയ്ക്ക എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേല് വെണ്ടയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേല് അടച്ച് വെച്ച് വേവിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേല് അത് നമുക്കിങ്ങനെ എന്താ പറയുന്നത്, അതൊട്ടും സ്റ്റിക്കി ആവാതെയും കുഴഞ്ഞു പിടിക്കാതെയും നല്ലതായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനത്തെ മെഴുക്ക് പുരട്ടിയാണ് ഇഷ്ടം. ഇങ്ങനെ കുഴഞ്ഞ് അതിങ്ങനെ ഉടഞ്ഞു പോയിട്ട് കിട്ടുന്ന വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പൊ ഇതില് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഈ ലിക്വിഡ് ഉള്ള ഒരു ടൈപ്പ് വെണ്ടയ്ക്കയാണ് ഈ നാടൻ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ഇതിന്റെ കളറിലും വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മേടിക്കുന്ന വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീൻ കളർ അല്ലേ, ഇതങ്ങനെയല്ല. ഇത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. ഈ പിസ്തയുടെ ഒക്കെ ഒരു കളറ്, ഒരു വെള്ളയും ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ്. എന്നിട്ട് ഇപ്പതാ സാഞ്ചേട്ടൻ ഇപ്രാവശ്യം മീൻ മേടിച്ചോണ്ട് വന്നത് സാധാരണ കട്ട് ചെയ്താണ് കേട്ടോ മേടിച്ചോണ്ട് വരാറ്. ഇപ്രാവശ്യം ഈ കൊണ്ടുവന്നത് മാത്രം അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ മീൻ മേടിച്ചിട്ട് ഇത് ഇങ്ങനെ എന്താ പറയുന്ന വലിയ 3 പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പൊ എനിക്ക് അത് കട്ട് ചെയ്യേണ്ടി വന്നു. സാധാരണ ഞാൻ ഇത്രയും വീഡിയോസ് ചെയ്തിട്ടുള്ളപ്പോൾ നിങ്ങൾ ആരും ഞാൻ മീൻ വെട്ടുന്നത് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് മീൻ വെട്ടാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് എല്ലാ മീനും വെട്ടാൻ അറിയാം. പക്ഷെ നമ്മുടെ വീട്ടില് ഈ മീനിന്റെ ഒക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ കോർപ്പറേഷൻ വന്നിട്ടാണ് വേസ്റ്റ് എടുക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഈ മീനിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇതിലോട്ട് ഇടുമ്പോഴുണ്ടല്ലോ അതിൽ ഉറുമ്പ് വരിക, പിന്നെ ഒരു തരം പ്രാണി വരിക, പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. പിന്നെ ആ ഒരു വേസ്റ്റ് ബിൻ നമ്മൾ എത്ര കഴുകി വെച്ചിരുന്നിരുന്നാലും അതിന്റെ ആ സ്മെല്ല് വിട്ടു പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് റൈറ്റ് കൈക്ക് കുറച്ച് പ്രശ്നവും കൂടി ഉള്ളത് കൊണ്ട് ഇങ്ങനെ വലിയ മീനൊക്കെ ആയിരുന്നിരുന്നാലും അല്ലെങ്കിൽ ചെറിയ മീനായിരുന്നാലും കുറേ മീനുണ്ടെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കുറച്ചു നേരം കൈ ഇങ്ങനെ കത്തി പിടിക്കുമ്പോഴത്തേല് കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത് ക്രാംസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മീൻ അധികം വെട്ടാത്തത്, നിങ്ങൾ കാണാത്തത്. ഇങ്ങനെ വെട്ടിയാണ് മേടിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇപ്രാവശ്യം എനിക്കിങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നു. പക്ഷെ എൻ്റെ കത്തിക്കാണ് വലിയ മൂർച്ചയുണ്ടായിരുന്നില്ല, കുറെ കഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് അത് കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ വെണ്ടയ്ക്ക ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീൻ കറിക്കുള്ളതാണ് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഫ്രൈക്കും പ്രത്യേകം കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം കറിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ കറിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു സവാള, കുറച്ച് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അത് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. ഇത് ഇതിനു മുന്നേ ഞാൻ കാണിച്ച വീഡിയോയിൽ ഒരു തരം മീൻകറിയാണ് വെച്ചത്. ഇത് വേറെ ഒരു ഡിഫറെന്റ് ടൈപ്പായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേല് ഇങ്ങനെ പല ടൈപ്പിലാണ് വെക്കുന്നത്. എപ്പോഴും ഒരേ ടൈപ്പ് മീൻകറി ഞാൻ വെക്കാറില്ല. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുമ്പോഴത്തേല് നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടാവും. ഒരിക്കലും ഞാൻ ഒരേപോലെ എല്ലാ മീൻകറിയും വെക്കത്തില്ല. ഓരോ മീൻകറി ഓരോ സ്റ്റൈലിൽ വെക്കും. കാരണം എന്നും ഒരേ ടൈപ്പ് കറികൾ കഴിക്കുമ്പോഴത്തേല് ചിലപ്പം കഴിക്കുന്നവർക്കും അതൊരു എന്താ പറയുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ നമ്മൾ വെറൈറ്റി ആയിട്ട് വെക്കുമ്പോൾ അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ ഇതില് ഞാൻ തേങ്ങ മിക്സിയിൽ എടുത്തിട്ട് ഈ തേങ്ങ മാത്രമായിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇത് കണ്ടോ, ഈ ഉള്ളിയും ഇതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി
മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് ആ ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് വേറൊരു ടൈപ്പ് മീൻകറിയാണേ, അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ മുളക് പൊടിയുടെയൊക്കെ റോ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സിയിൽ നമ്മൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ, തിളച്ച വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ഇതെല്ലാം കൂടെ ഒന്ന് മിക്സി ഒന്ന് ഇതാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം പോരാ കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഞാനൊരു 2-3 കൊടംപുളി, എപ്പോഴും ഞാൻ കൊടംപുളിയിലാണ് മീൻകറി വെക്കുന്നത്. കൊടംപുളി ഞാൻ കഴുകി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇത് പോരാ കേട്ടോ. അപ്പം വീണ്ടും ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറിയുടെ ടെക്സ്ചർ മാറും, ടേസ്റ്റും വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2. അതും പച്ചമുളകും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ, അരിഞ്ഞ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മൂടി വെച്ചപ്പോഴത്തേലും മൂടി അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ ഞാൻ വേറെ മൂടി എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ. അപ്പൊ തൽക്കാലം ഇത് വെച്ചിട്ട് പോയി വേറെ മൂടി വെച്ചു കേട്ടോ. എന്നിട്ട് ഇതാ ഈ വറുക്കാനുള്ള മീന് സെപ്പറേറ്റ് ഇതാ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഗരം മസാല. ഇതിൽ ഞാൻ കണ്ടോ ആ ടീസ്പൂൺ കണ്ടോ, അത്രയും ചെറിയ ടീസ്പൂണിലാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയൊക്കെ കൂടുതൽ ഇടുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. ഞാൻ ഇടുന്ന സ്പൂൺ അതാണ്. അപ്പൊ അതിൽ എന്താ പറയുന്നത്, 1 ടീസ്പൂണിന്റെ പകുതിയേ വരുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാലയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇട്ട് കൊടുക്കത്തില്ല. അപ്പം ആ മീനിന്റെ ആ ഉളുമ്പ് സ്മെല്ലൊന്നും പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ അതില് പക്ഷെ നമ്മളത് വറുത്ത് കഴിയുമ്പോഴത്തേല് ഈ ഗരം മസാലയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. ഉപ്പും ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മീന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. കഴിഞ്ഞ ചില സമയത്ത് ചില മീനിലൊക്കെ ഞാൻ അങ്ങനെ ചേർക്കാറുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ മീൻ ഫ്രൈ ചെയ്യുന്നതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് മീൻ അങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെ എനിക്ക് ഞാനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കാര്യം നോക്കത്തില്ലെന്നല്ല, ആർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഞാൻ ഉണ്ടാക്കും. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാ മീനിലും ഞാൻ ചേർക്കാറില്ല. കാരണം ചില മീനിൽ അത് ചേർക്കുമ്പം അത് ഒരു കുത്തുണ്ടാവും. ആ കുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില മീനുകളിൽ ചേർക്കത്തില്ല, ചില മീനുകളിൽ ചേർക്കും. അപ്പൊ ഇതിൽ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് മീനിന്റെ പേര് വിളമീൻ എന്നാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതിന് വിളമീൻ എന്നാണ് പറയുന്നത്. എനിക്ക് വേറെ ഓരോ സ്ഥലത്ത് എന്താണ് ഇതിന്റെ പേരെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ ഇത് വിളമീൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ മീൻ പീസസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ കറിക്ക് ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തത്. ഫ്രൈക്ക് ഞാനിങ്ങനെ വട്ടത്തിന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ മീൻ ഇനിയിപ്പോൾ അടച്ചു വെച്ച് കുറച്ചു നേരം അത് നന്നായിട്ട്, ഇത് പെട്ടെന്ന് വേവുന്ന മീനാ, ഒരുപാട് സമയമൊന്നും വേവിക്കണ്ട. അപ്പോൾ ഇതിനെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പൊ പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയിലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ലൈക്സ് ഒക്കെ കൂടുതൽ വരുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലോട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം മീനൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ താളിച്ചും കൂടെ ഒഴിച്ചു കഴിയുമ്പോഴത്തേല് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ മീൻകറി. അപ്പോൾ ഇതിപ്പോൾ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.